ഒന്നടഞ്ഞ സമയത്ത് മറ്റാരെങ്കിലും വന്നിരുന്നോ? ഞങ്ങൾ ഒരുപാട് പേര്. പക്ഷെ ഞാൻ സുധാകരേട്ടന്റെ പ്രത്യയശാസ്ത്രം നെഞ്ചിലേറ്റുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പ്രതി ഞാനുമായി ആരും സംവദിച്ചിട്ടില്ല. പക്ഷേ 28 മിസ് കോളുകൾ എന്റെ ഫോണിനകത്തുണ്ട്. 28 മിസ് കോളുകൾ എതിർ രാഷ്ട്രീയ ചേരിയിൽ. ഞാൻ ആ ഫോണൊന്നെടുത്ത് ഹലോ എന്ന് മറുപടി പറയാൻ പോലും ഞാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം സമരസപ്പെടാത്ത ജീവിതമാണ്. എന്റെ ത്യാഗം എന്ന് പറയപ്പെടുന്നത് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. 100% എന്റെ കൂടെ നിന്ന ഒരു സാധാരണക്കാരൻ, ഒരു ലോഡിംഗുകാരനാണ് നാട്ടിനകത്തുള്ള മണി എന്ന് നമ്മൾ വിളിക്കുന്ന ഷൈജൽ എന്ന് പറയുന്ന ആ ഷൈജലിലൂടെ 1-2 പ്രധാനപ്പെട്ട ജില്ലയിൽ പ്രധാനപ്പെട്ട CPM-ന്റെ അധിപൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചിരുന്നു. പക്ഷേ ഈ പറയുന്ന എൻ്റെ സഹപ്രവർത്തകൻ അത് പറയാൻ പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അവസരം കൊടുത്തിട്ടില്ല. അത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ അതിനെ വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സീറ്റ് തരാമെന്ന് തന്നെയായിരുന്നു എല്ലാ രീതിയിലും, ഏത് രീതിയിലെന്ന് വെച്ചാൽ എല്ലാ രീതിയിലും. പക്ഷേ അവർ അവസാനിപ്പിച്ചൊരു വാക്കുണ്ട്, മത്സരിക്കട്ടെ, ജയിക്കട്ടെ, കോൺഗ്രസിലേക്ക് പോയിക്കോട്ടെ എന്ന്. അതായത് അവസാനിപ്പിക്കുന്നത് ജഷീർ കോൺഗ്രസ് ആണ് എന്ന് രാഷ്ട്രീയ പ്രതിരോധികൾ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരടക്കം പറയുകയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് മാഷേട്ടൊന്ന് ഊഹിച്ചാൽ മതി. ഓക്കെ, ചില സമയത്ത് എന്താ പറയാ, കീഴടങ്ങി കൊടുക്കുക അല്ലെങ്കിൽ കീഴടങ്ങുന്നു എന്നുള്ള വാക്ക് പറയുന്നില്ല. ചില സന്ദർഭങ്ങളിൽ വഴങ്ങി നിൽക്കേണ്ടതും രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ജഷീർ ഇപ്പം വയനാട്ടിലെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പല മുഖങ്ങളിൽ, സമരമുഖങ്ങളിലൊക്കെ നമ്മൾ കണ്ട ആളുകളാണ്. പാർട്ടിയിൽ ജഷീറിനെ പോലുള്ള ആളുകൾ ഒരുപാട് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനത്തെ നേതാക്കളുണ്ട്. അപ്പോൾ നേതൃത്വം ഇനിയുള്ള ഒരു മുന്നോട്ട് പോക്കിലും ശരിയായ തീരുമാനത്തിലേക്ക് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ തിരുത്തപ്പെടേണ്ട സമയങ്ങളിൽ തിരുത്തപ്പെടേണ്ടതുണ്ടല്ലോ. നമ്മളൊക്കെ ഏതെങ്കിലും തിരുത്തൽവാദികളെ കുറിച്ച് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ കാർത്തികേയനൊക്കെ, MI ഷാനവാസ് MP ഒക്കെ അവർ നടത്തിയ പോരാട്ടങ്ങൾ ഇന്നും നമ്മൾ പ്രസംഗ പീഠങ്ങളിൽ, നമ്മുടെ കുടുംബ സംഗമങ്ങളിൽ, നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്. തിരുത്തപ്പെടേണ്ട മേഖലയിൽ തിരുത്തപ്പെടാനുള്ള നാവായിട്ടൊക്കെ നമ്മൾ മാറും. അത് ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തോടു കൂടി നമ്മൾ എന്താ പറയുക, നമ്മുടെ ഈ പറയപ്പെടുന്ന പോരാട്ടം അവസാനിക്കൊന്നുമില്ല. അത് ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് എങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ? തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുവമ്പാടി, കോഴിക്കോട്, തിരുവനന്തപുരം, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ഒരു 8ഓളം പരിപാടി ഇന്നലെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കണക്ട് ചെയ്തിട്ട് നമുക്ക് സ്വാഭാവിക നാട്ടിനകത്ത് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിന് കൂടുതലായി നമ്മളെ പ്രഖ്യാപിക്കപ്പെട്ട തോമാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ടതുണ്ട്. കൂടുതലായിട്ട് ആ പ്രവർത്തനങ്ങളും നമ്മൾ ഏകോപിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു യാത്ര ഈ 11-20 ദിവസത്തിനകത്ത് നമ്മളൊരു യാത്ര ആരംഭിക്കുന്നതാണ്. കേരളം മൊത്തം എന്തായാലും ജഷീർ ആഗ്രഹിച്ച സ്ഥലത്ത് മറ്റൊരു സ്ഥാനാർത്ഥിയാണ്. എന്നാൽ പോലും അവരുടെ വിജയത്തിനായി ജഷീർ മുന്നിട്ടിറങ്ങും എന്ന് തന്നെയാണ് പറയുന്നത്. 100% നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. നമ്മൾ മാറുന്നതോടുകൂടി മാറ്റത്തിന്, വിജയത്തിന് വലിയൊരു തിളക്കം, വിജയിക്കുമെന്നൊരു സംശയമൊന്നും ഉണ്ടായില്ല. ഒരു ഭൂരിപക്ഷത്തിന് വലിയൊരു ഭൂകമ്പം ഉണ്ടാവും ആ തോമാട് ജില്ലാ ഡിവിഷനകത്ത്. എന്തായാലും ഇനിയും ഞങ്ങൾ ഇതുപോലെ ഇടയ്ക്ക് യാത്ര വരും. ഇനി ഇലക്ഷൻ ഈ പടിഞ്ഞാറത്തറ ഈ റോഡ് നേരെ പോയി ചെന്ന് ചേരുന്നത് മറ്റേ പൊഴുതന മേഖലയിലേക്കാണ്. പൊഴുതനയിലേക്ക് കയറി അങ്ങനെ പടിഞ്ഞാറത്തറ വഴി കോഴിക്കോടേക്ക് ഇറങ്ങാൻ കുറ്റ്യാടിച്ചുരം ഇറങ്ങിയ സുഖം. താമരശ്ശേരി കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ഒരു യാത്ര, ഒരു അനുഭവം. പക്ഷേ അതിലൂടെ പോയിട്ടുണ്ടാവില്ല. കയറ്റുണ്ടാവും, ഒരു ഇറക്കം ഉണ്ടാവുമല്ലോ. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷെ ഇറക്കം കഴിഞ്ഞും മനോഹരമായ കയറ്റം കയറി ചെല്ലുന്ന നല്ല വിശാലമായ നമ്മളെ സ്വപ്നങ്ങൾ കാണുന്നത് പോലുള്ള ഒരു ഭൂമി അവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും നമുക്ക് വേണ്ടി. ഓക്കെ, അഭിവാദ്യങ്ങൾ. അപ്പോൾ നടക്കട്ടെ, ഞങ്ങളുടെ യാത്ര തുടരും. തിരുവനന്തപുരത്ത് എത്താൻ.